പോയ കാര്യം എന്തായി? കിട്ടോ? നീ അതുപോലത്തെ ഒരു ഓളല്ലേ ആഗ്രഹിച്ചേ? അതുപോലത്തെ അല്ല, ആ ഓളെ തന്നെ നിനക്ക് വരും. ആ എന്താ അളത് വെക്കാന്ന് പറഞ്ഞോ? അതിനിതാ വെള്ളേതായിട്ട് വേണ്ടേ? പിന്നെ എടാ ഞങ്ങളെ ഒരു അന്വേഷണം നടത്തി. മുസ്തഫ നോക്കുമ്പോ സരളാപ്പി നായരുടെ കയ്യിലെ വളയിൽ അറബി. അറബിയോ? ആ കള്ളി, എന്തൊരു അഹങ്കാരായിരുന്നു. ബാനു, എനിക്ക് ആ വള വേണ്ട. പിന്നെ എനിക്ക് അതുപോലത്തെ വള മതി, അതേ ഡിസൈൻ ഉള്ളത്. അതിപ്പം അറബിക്കുള്ളതാണെങ്കിൽ അതും. തരും, അതുപോലത്തെ അതന്നെ തരും. മേഡം കയ്യനക്കല്ലേ? കയ്യനക്കല്ലേ? അവനക്കതോടെ പിടിക്കുന്നുണ്ട്. സാറിന് ഇത് എവിടുന്ന് കിട്ടിയത്? കുഴിച്ചെടുത്തത്. ഇത് ഊരാൻ പറ്റൂലെന്ന് പറയണോ? സോറി സാർ, ഇത് ഊരാൻ പറ്റില്ല, പൊട്ടിച്ചെടുക്കാനേ പറ്റുള്ളൂ. പിന്നെ താനെതിനായി ഭൂതകണ്ണാടി വെച്ച് നോക്കി. സോറി സാർ. വാ വാ, അറിയാവുന്നല്ലോ, പണിക്ക് പോയി വിടണം. സാറേ, തല പുറത്തെടുക്കുന്ന നിയമം അല്ലേ സാറേ? അത് നിങ്ങളുടെ അകത്തോട്ട് എന്നിട്ടല്ലേ? സാറിലേടെ അമ്മമ്മയ്ക്ക് അവളെ ഭയങ്കര ഇഷ്ടായിരുന്നേ. അമ്മ ആർക്കും കൊടുക്കാതെ എടുത്തു വെച്ചിരുന്ന മുതലാ അത്. പിന്നെ എന്തോ ദൈവവിളി ഉണ്ടായി കാണും. മരണക്കിടക്കയിൽ വെച്ചാണേ അവൾക്കത് ഊരിക്കൊടുക്കണത്. അപ്പൊ ആ വള എങ്ങനെ ഊരാന്ന് അമ്മ പറഞ്ഞു തന്നില്ല? അത് പറയാൻ തുടങ്ങുമ്പോഴേക്കല്ലേ ചങ്കിലേക്ക് പിടിപെടുന്നത്. ആര് പിടിച്ച്? യമദേവനും കൂട്ടരും. അല്ലാണ്ടാരാ? ആ രഹസ്യം അവളോടൊപ്പം തന്നെ അങ്ങ് ഇല്ലാണ്ടായി. എല്ലാം ഈശ്വര നിശ്ചയം. നിങ്ങള് പോലീസിൽ ഏത് വകുപ്പാന്നാ പറഞ്ഞേ? വകുപ്പ് ഏതായാലും ശരി, ചോദ്യോത്തരമൊക്കെ കഴിഞ്ഞെങ്കിൽ രണ്ടാളും ഇറങ്ങാം. കോടതിയും പോലീസും ഒക്കെ ഞാനും കുറെ കണ്ടതാ. അപ്പൊ ആ വള അമ്മാമ തന്നാന്ന് ഉറപ്പാണല്ലോ. ഇനി അത് മാറ്റി പറയില്ലല്ലോ. ഞങ്ങൾ ഇനിയും വരും. അപ്പൊ ഈ പറഞ്ഞതൊക്കെ ഇതുപോലെ തന്നെ പറഞ്ഞേക്കണം കേട്ടോ. ഹലോ, ആ മോളെ, നീ എവിടെയാ? ആ പുരുഷൂടെ വന്നിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ ആ 2 പോലീസുകാരും. ആ അവരെന്നെ. ഇല്ലില്ല, അമ്മമ്മ തന്നത് തന്നെയാന്ന് പറഞ്ഞേ. മോളെ, നീ അതൊന്ന് എത്രയും പെട്ടെന്നൊന്ന് ഊരാൻ നോക്ക്. അന്ന് അന്വേഷണത്തില് ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പായി. വടകരയിൽ പഠിക്കാൻ പോയ ആ പെണ്ണ് തിരിച്ചു വന്നപ്പോൾ അവളുടെ കയ്യിലൊരു വള. അതുവരെ ആ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ആർക്കും അങ്ങനെ ഒരു വളയെപ്പറ്റി അറിയില്ല.
വടകരയിലേക്ക് പോവാൻ വേണ്ടി ഇറങ്ങിയ അന്ന് രാത്രിയാ